KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. പ്രവാചകൻ നിന്ന നടത്തിയ മാതൃഭൂമിക്കെതിരെ മുസ്ലിം ലോകത്തിന്റെ ശക്തമായ പ്രതിഷേധം. നിരവധി മഹല്ലുകളിൽ മാതൃഭൂമി ബഹിഷ്കരിച്ചു. SSF സംസ്ഥാന പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം പ്രൊഫ് സമ്മിറ്റിന് നാളെ തൃശൂരിൽ തുടക്കമാകും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദനും പിണറായിയും മത്സരിക്കണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ. ജയിലിൽ പോകേണ്ടി വന്നാലും പിഴ അടക്കില്ലെന്ന് ശ്രീ രവിശങ്കർ. തിരുവമ്പാടി സീറ്റ് ഇത്തവണ കോൺഗ്രസിന് വിട്ടുകൊടുക്കാമെന്ന മുസ്ലിം ലീഗിന്റെ ഉറപ്പിന് തെളിവ്. രേഖ പുറത്തായി. ഇന്ത്യയുടെ 6ാമത്തെ ഗതിനിർണയ ഉപഗ്രഹമായ IRNSS-1F വിക്ഷേപിച്ചു. വാർത്തകൾ വിശദമായി. പ്രവാചകൻ നിന്ന് നടത്തിയ മാതൃഭൂമിക്കെതിരെ മുസ്ലിം ലോകത്തിന്റെ ശക്തമായ പ്രതിഷേധം ആളിക്കത്തുന്നു. പത്രം ബഹിഷ്കരിച്ചും കത്തിച്ചും വിശ്വാസികൾ പ്രതിഷേധം രേഖപ്പെടുത്തി. വിവിധ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ മാതൃഭൂമിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കേരള മുസ്ലിം ജമാഅത്ത് നേതാക്കൾ ഓഫീസിൽ നേരിട്ടെത്തി പ്രതിഷേധം അറിയിച്ചു. ഫേസ്ബുക്കുകളിലോ സോഷ്യൽ മീഡിയകളിലോ വരുന്ന ഇത്തരം നിരുത്തരവാദപരമായ വാർത്തകൾക്ക് അച്ചുനിരത്തുക എന്നത് മാതൃഭൂമിയെ പറ്റി അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അത്ഭുതത്തിന് വകയുള്ള ഒരു സംഭവമായാണ് ഞങ്ങൾ കാണുന്നത്. വിവിധ മഹല്ലുകളിൽ ഇതിനകം മാതൃഭൂമി പത്രം ബഹിഷ്കരിച്ചു. മുഴുവൻ മഹല്ലുകളിലും പത്രം ബഹിഷ്കരിക്കാൻ നേതാക്കളും സംഘടനകളും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ മാതൃഭൂമി FB പേജ് അൺലൈക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമം 153A പ്രകാരം മതപരമായ വികാരത്തെ വ്രണപ്പെടുത്തുന്ന രൂപത്തിൽ വ്യക്തികളെയോ മതത്തെയോ പ്രദേശത്തെയോ ഭാഷയെയോ അവഹേളിക്കുന്ന തരത്തിലുള്ള എഴുത്തോ സംസാരമോ അടയാളമോ വ്യക്തമാക്കിയാൽ മാത്രമാണ് ഈ വകുപ്പിൽപ്പെടുത്തി കേസെടുക്കാൻ സാധിക്കുക. മാതൃഭൂമിയിൽ ഈ പറഞ്ഞ രൂപത്തിൽ ഒരു മതത്തിന്റെയോ വ്യക്തിയുടെയോ ഒരു പ്രവാചകരുടെയോ പേര് പറഞ്ഞിട്ടില്ല. അത് അവരുടെ മനഃപൂർവമായ തന്ത്രമാണെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. മാത്രമല്ല, ലേഖകന്റെ പേര് പോലും പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല. എന്നുവെച്ചാൽ കുറെ വാക്കുകൾ മാത്രം. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള പരാമർശം പ്രസിദ്ധീകരിച്ചതിന് 3 ജീവനക്കാരെ മാതൃഭൂമി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ഫേസ്ബുക്കിൽ വന്ന പോസ്റ്റ് അശ്രദ്ധമായി പ്രസിദ്ധീകരിച്ചതിനാണ് സസ്പെൻഷൻ. തൃശൂർ, കോഴിക്കോട് എഡിഷനിലെ നഗരം സപ്ലിമെന്റിലാണ് വിവാദ പരാമർശം പ്രസിദ്ധീകരിച്ചത്. പ്രതിഷേധത്തെ തുടർന്ന് പത്രം ഖേദം പ്രകടിപ്പിച്ചിരുന്നു. മുസ്ലിം വ്യക്തി നിയമത്തിൽ സ്ത്രീകൾക്ക് വിവേചനമെന്ന ജസ്റ്റിസ് കമാൽ പാഷയുടെ അഭിപ്രായ പ്രകടനവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ വന്ന ഒരു കുറിപ്പ് അതേപടി എടുത്തു പ്രസിദ്ധീകരിച്ചതാണ് വിവാദത്തിന് കാരണമായത്. എന്നാൽ മാതൃഭൂമിയിൽ വന്നത് ഒരു സാധാരണ തെറ്റല്ലെന്നാണ് വിദഗ്ധരുടെ കണ്ടെത്തൽ. ഒന്നിലധികം ആളുകൾ കൈകാര്യം ചെയ്യാതെ ആ വാർത്ത ഒരിക്കലും പത്രത്തിൽ അച്ചടിച്ചു വരികയില്ല. വാർത്തയുടെ പേരിൽ ഒരു കേസ് കൊടുത്താൽ പോലും അതിന് നിലനിൽപ്പുണ്ടാകില്ല. കാരണം അത്രമാത്രം സൂക്ഷ്മതയോടെയാണ് ആ വരികൾ എഴുതിയത്. ഇന്ത്യൻ നിയമപ്രകാരം മതസ്പർദ്ധ ഉണ്ടാക്കുന്ന, മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന നിയമത്തിന്റെ പരിധിയിൽ വരാത്ത വിധമാണ് അത് എഴുതിയിരിക്കുന്നത്. തന്ത്രപരമായി മതവിശ്വാസങ്ങളെ വ്രണപ്പെടുത്തി സമൂഹത്തിൽ ഛിദ്രത സൃഷ്ടിക്കുകയും മുഖം മിനുക്കാൻ ഒരു ഖേദപ്രകടനം നടത്തുകയും ചെയ്യുന്ന പ്രവണത പൊറുപ്പിക്കാവതല്ലെന്ന് ടെക്കിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദനും പിണറായി വിജയനും മത്സരിക്കണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ. ഡൽഹിയിൽ ചേർന്ന അവൈലബിൾ പോളിറ്റ് ബ്യൂറോ യോഗമാണ് ഇരു നേതാക്കളും മത്സരിക്കണമെന്ന തീരുമാനത്തിലെത്തിയത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിക്കേണ്ടെന്നും അവൈലബിൾ PB തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടുപേരും മത്സരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഗുണകരമാകുമെന്നും PB വിലയിരുത്തിയിട്ടുണ്ട്. ഐക്യകണ്ഠേനയാണ് അവൈലബിൾ പോളിറ്റ് ബ്യൂറോ ഈ തീരുമാനങ്ങളെല്ലാം കൈക്കൊണ്ടത്. PBയുടെ തീരുമാനം വെള്ളിയാഴ്ച തുടങ്ങുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അവതരിപ്പിക്കും. യെച്ചൂരിക്ക് പുറമെ PB അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, S രാമചന്ദ്രൻ പിള്ള എന്നിവരും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കും. തർക്കങ്ങൾ ഇല്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കണമെന്നാണ് PB നിർദ്ദേശം. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുമതല ആർക്കെങ്കിലും നൽകണമോ എന്ന കാര്യം സംസ്ഥാന നേതൃത്വവുമായി ചർച്ച ചെയ്യാനും PB തീരുമാനിച്ചു. തിരുവമ്പാടി സീറ്റ് ഇത്തവണ കോൺഗ്രസിന് വിട്ടുകൊടുക്കാമെന്ന മുസ്ലിം ലീഗിന്റെ ഉറപ്പിന് തെളിവ്. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് എഴുതി ഒപ്പിട്ട് നൽകിയ രേഖയുടെ പകർപ്പ് പുറത്തായി.
2011 താമരശ്ശേരി രൂപതയുടെ താൽപര്യപ്രകാരമാണ് ഉടമ്പടി ഉണ്ടാക്കിയത്. 5 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2011 മാർച്ച് 30 കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ വെച്ചാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടിയുമായി തിരുവമ്പാടി സീറ്റ് സംബന്ധിച്ച് ഉടമ്പടി ഉണ്ടാക്കിയത്. താമരശ്ശേരി ബിഷപ്പും അന്നത്തെ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയും സാക്ഷികളായി. നിയമസഭാ തിരഞ്ഞെടുപ്പിന് 2 ആഴ്ച ശേഷിക്കെയാണ് ഈ ഉടമ്പടി. പക്ഷേ കുഞ്ഞാലിക്കുട്ടി സ്വന്തം കൈപ്പടയിൽ എഴുതി നൽകിയ ഈ ഉറപ്പ് ലംഘിച്ച് കഴിഞ്ഞ 3-ാം തീയതി തിരുവമ്പാടിയിൽ ലീഗ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. വഞ്ചിച്ചെന്നാരോപിച്ച് രൂപതാ പ്രതിനിധിയും മലയോര വികസന സമിതി നേതാക്കളും മുഖ്യമന്ത്രിയെയും KPCC പ്രസിഡന്റിനെയും കണ്ടു. രേഖാമൂലം നൽകിയ ഉറപ്പും ഹാജരാക്കി. ഈ രേഖകൾ ഒരു കാരണവശാലും പുറത്തു പോകരുതെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. പ്രശ്നപരിഹാരത്തിന് സാവകാശം ചോദിച്ച കോൺഗ്രസ് നേതാക്കൾക്ക് പക്ഷേ ലീഗിനെ വരുതിയിലാക്കാനായില്ല. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയുമായി മുന്നോട്ടു പോകാൻ ലീഗ് തീരുമാനിച്ചതോടെ താമരശ്ശേരി രൂപത UDFുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. ജയിലിൽ പോയാലും പിഴ അടക്കില്ല, ശ്രീ രവിശങ്കർ. പരാതി നൽകിയ ആൾക്ക് നേരെ വധഭീഷണി. വിശദമായ റിപ്പോർട്ടിലേക്ക്. യമുന നദീതടത്തിലെ ആവാസ വ്യവസ്ഥയ്ക്ക് ആഘാതമുണ്ടാക്കിയെന്ന് കാണിച്ച് ദേശീയ ഹരിത ട്രൈബ്യൂണൽ വിധിച്ച പിഴ അടക്കില്ലെന്ന് ശ്രീ രവിശങ്കർ പറഞ്ഞു. ജയിലിൽ പോയാലും 5 കോടി പിഴയടക്കില്ലെന്ന് രവിശങ്കർ കൂട്ടിച്ചേർത്തു. ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷനാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ലോക സാംസ്കാരിക സമ്മേളനം നടത്തുന്നത്. വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്നും ട്രൈബ്യൂണൽ വിധിയിൽ തൃപ്തിയില്ലെന്നും രവിശങ്കർ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. കോടതിയിൽ തെളിവ് ഹാജരാക്കും. ഞങ്ങൾ കുറ്റക്കാരല്ലെന്ന് കോടതിക്ക് പറയേണ്ടി വരും. പരിപാടിയുടെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി എത്തുമെന്നും രവിശങ്കർ പറഞ്ഞു. അതേസമയം സാംസ്കാരിക പരിപാടിയിൽ നിന്ന് സിംബാബ്വെ പ്രസിഡന്റ് റോബർട്ട് മുഗാബെ വിട്ടുനിൽക്കുമെന്ന് അറിയിച്ചു. യമുന നദിയിൽ സൈന്യത്തെ ഉപയോഗിച്ച് ഒരു പാലം കൂടി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി ജലവിഭവ മന്ത്രി കപിൽ മിശ്ര പ്രതിരോധ മന്ത്രിക്ക് കത്തയച്ചു. നിലവിലെ ഒരു പാലം കൊണ്ട് സാംസ്കാരിക പരിപാടിക്കെത്തുന്നവരുടെ യാത്ര സുഗമമാക്കാൻ സാധിക്കില്ലെന്ന് കത്തിൽ പറയുന്നു. അതിനിടെ പരിപാടിക്കെതിരെ പരാതി നൽകിയ ആൾക്ക് വധഭീഷണി ലഭിച്ചു. പരാതി നൽകിയ പരിസ്ഥിതി പ്രവർത്തകനായ വിമലേന്ദു ജായെ ഹിന്ദു മഹാസഭാ നേതാവ് ഓംജി മഹാരാജ് ഉൾപ്പെടുന്ന സംഘമാണ് ഭീഷണിപ്പെടുത്തിയത്. രവിശങ്കറിനെതിരെ വന്നാൽ കൽബുർഗിയുടെയും ഗോവിന്ദ് പൻസാരയുടെയും വിധി വരുമെന്നാണ് ഭീഷണി. അതേസമയം ശ്രീ രവിശങ്കറിന്റെ നേതൃത്വത്തിൽ രാജ്യതലസ്ഥാന നഗരിയിൽ സംഘടിപ്പിക്കുന്ന ലോക സാംസ്കാരിക സമ്മേളനത്തിലേക്ക് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും ക്ഷണം ലഭിച്ചു. 155 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഈ സമ്മേളനത്തിലെ കേരളത്തിൽ നിന്നുള്ള ഏക പ്രതിനിധിയായാണ് തങ്ങൾക്ക് ക്ഷണം ലഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ പ്രമുഖ കേന്ദ്രമന്ത്രിമാരും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ, സാംസ്കാരിക, ആധ്യാത്മിക മേഖലയിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളും സംബന്ധിക്കും. KMIC ന്യൂസിനു വേണ്ടി കരീമേലംകുളം. ഇന്ത്യയുടെ 6ാമത്തെ ഗതിനിർണയ ഉപഗ്രഹമായ IRNSS 1F ഭ്രമണപഥത്തിൽ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നായിരുന്നു വിക്ഷേപണം. അഭിമാന മുഹൂർത്തമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു. സ്വന്തം ഗതിനിർണയ സംവിധാനമെന്ന സ്വപ്നം സത്യമാകാൻ ഇനി വേണ്ടത് ഒരു കാൽവെപ്പ് കൂടി മാത്രം. രാജ്യത്തിന്റെ 6ാമത്തെ ഗതിനിർണയ ഉപഗ്രഹമായ IRNSS 1F-നെ PSLV-C-32 വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ചു. വൈകിട്ട് 4:01 ഉപഗ്രഹവുമായി കുതിച്ചുയർന്ന PSLV-C-32 നിശ്ചിത സമയത്തിനുള്ളിൽ 4 ഘട്ടങ്ങളും പൂർത്തിയാക്കി. 20 മിനിറ്റ് കൊണ്ട് ലക്ഷ്യത്തിലെത്തി. അമേരിക്കയുടെ GPS-ന് ഇന്ത്യൻ ബദലാണ് IRNSS ഉപഗ്രഹങ്ങൾ. ഇതിൽ IRNSS 1A, 1B, 1C, 1D, 1E എന്നിങ്ങനെ 5 ഉപഗ്രഹങ്ങളെ നേരത്തെ വിജയകരമായി വിക്ഷേപിച്ചിരുന്നു. അടുത്ത മാസം അവസാന ഉപഗ്രഹമായ 1G കൂടി ഭ്രമണപഥത്തിലെത്തുന്നതോടെ രാജ്യത്തിന്റെ സ്വന്തം ഗതിനിർണയ സംവിധാനം യാഥാർത്ഥ്യമാകും. ഇന്ത്യയും ഇന്ത്യക്ക് ചുറ്റുമുള്ള 1500 കിലോമീറ്ററുമാണ് IRNSSന്റെ പരിധിയിൽ വരിക. അമേരിക്കയുടെ GPS-ന് പുറമെ റഷ്യയുടെ ഗ്ലോനാസ്, യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഗലീലിയോ എന്നിവയാണ് നിലവിൽ ലോകത്തുള്ള പ്രധാന ഗതിനിർണയ സംവിധാനങ്ങൾ. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. മദീന കരയുന്നൊരു രാവ്, നബീന പിരിയുന്നൊരു നോവ്. അന്നു നാൾ ഭൗമലോകവും വിട്ടകലെ മാഞ്ഞുപോ, ഇനി വരില്ല നേര്. എനിക്കാ ഭാഗ്യമില്ല നൂറ്, മുഴുക്കെ ശൂന്യമാണു ജീവേ. മടിക്കാതിന്നു അങ്ങയെ കാത്തു കാത്തു ഞാൻ കനവിലെ ഹബീബേ. മദീന കരയുന്നൊരു രാവ്, നബീന പിരിയുന്നൊരു
പിരിയുന്നൊരു നോവ്. അന്നു നാൾ ഭൗമലോകവും വിട്ടകലെ മാഞ്ഞുമ്പോ ഇനി വരില്ല നേര്. എനിക്കാ ഭാഗ്യമില്ല നൂറ്. മുഴുക്കെ ശൂന്യമാണു ജീവേ. മടിക്കാതിന്നു അങ്ങയെ കാത്തു കാത്തു ഞാൻ കനവിലെ ഹബീബേ. മദീന കരയുന്നൊരു രാവ്, നബീന പിരിയുന്നൊരു നോവ്. കാലമേറുമ്പോഴെന്നും ആശിച്ചിടുന്ന വദനം, കാലമില്ലാതെ കണ്ടു നിൽക്കുന്ന സ്നേഹികൾക്കു ഞാൻ ശാപം. ജീവനേക്കാളുമേറെ സ്നേഹം വേണമെന്നറിയാം. ജീവിതം തന്നെ ജീവിതത്തിന് തീർപ്പു നൽകാത്ത ഭാരം അറിയുവാനെനി. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. SSF സംസ്ഥാന പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം പ്രൊഫ് സമ്മിറ്റ് നാളെ മുതൽ 3 ദിനങ്ങളിൽ തൃശൂർ വാടാനപ്പള്ളി മദാർ ക്യാമ്പസിൽ നടക്കും. സംസ്ഥാനത്തെ വിവിധ പ്രൊഫഷണൽ കോളേജുകളിൽ നിന്നായി 2000-ലേറെ വിദ്യാർത്ഥികൾ പങ്കെടുക്കും. SSF സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ 7 വർഷമായി നടന്നുവരുന്ന പ്രൊഫ് സമ്മിറ്റിന് തൃശൂർ ജില്ല ഇതാദ്യമായാണ് ആതിഥ്യമരുളുന്നത്. വിദ്യാർത്ഥികളിൽ സേവനമനസ്സ് രൂപപ്പെടുത്തുകയും പഠനത്തിനൊപ്പം സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിലേക്ക് അവരുടെ കർമ്മശേഷി തിരിച്ചുവിടുകയുമാണ് പ്രൊഫ് സമ്മിറ്റ് ലക്ഷ്യമിടുന്നത്. മതപരമായ സ്വത്വം സംരക്ഷിച്ചുകൊണ്ടുതന്നെ പൊതുവിഷയങ്ങളിൽ നിലപാട് രൂപപ്പെടുത്താനും സന്ദർഭോചിതം പ്രതികരിക്കാനും വിദ്യാർത്ഥിത്വത്തെ പ്രചോദിപ്പിക്കുകയും അതുവഴി രാഷ്ട്രീയ ജാഗ്രതയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാനും പ്രൊഫ് സമ്മിറ്റ് ലക്ഷ്യം വെക്കുന്നുണ്ട്. വിവിധ ക്യാമ്പസുകളിൽ SSF ഘടകങ്ങൾ മുഖേന രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളാണ് പ്രൊഫ് സമ്മിറ്റിലെ പ്രതിനിധികൾ. നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് ഫസൽ തങ്ങൾ പതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന ഖുർആൻ വെളിച്ചം ജീവിതയാത്രാ സെഷനുകളിൽ അബ്ദുറഷീദ് സഖാഫി കുറ്റ്യാടി, റഹ്മത്തുള്ള സഖാഫി എളമരം വിഷയാവതരണം നടത്തും. സമ്മേളനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ശനിയാഴ്ച കാലത്ത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിക്കും. SSF സംസ്ഥാന പ്രസിഡന്റ് NV അബ്ദുറസാഖ് സഖാഫി അധ്യക്ഷത വഹിക്കും. ഇസ്ലാം ലളിതം വിഷയത്തിൽ അലി ബാഖവി ആറ്റുപുറം പ്രസംഗിക്കും. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ ആധികാരിക ശബ്ദങ്ങളായ 4 ഇമാമുകളെക്കുറിച്ചുള്ള പഠനത്തിന് ഇസുദ്ദീൻ സഖാഫി കൊല്ലം നേതൃത്വം നൽകും. ശേഷം കേരളത്തിലെ ക്യാമ്പസ് അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാർത്ഥി സംവാദം നടക്കും. ബഷീർ ചെല്ലക്കൊടി മോഡറേറ്ററായിരിക്കും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ഫാഷിസം തീവ്രവാദം സെമിനാർ നടപ്പുകാലത്തിന്റെ ആകുലതകളെയും ചരിത്രത്തിലെ വേരുകളെയും ചർച്ചയ്ക്ക് വിധേയമാക്കും. മുഹമ്മദ് അലി സഖാഫ് തർക്കരിപ്പൂർ, CP ജോൺ, കാസിം ഇരിക്കൂർ, മുസ്തഫ എറക്കൽ സെമിനാറിൽ സംസാരിക്കും. 7 മണിക്ക് നടക്കുന്ന ചോദ്യോത്തര സെഷനിൽ ഫൈസൽ അഹ്സനി ഉളിയിൽ, സജീർ ബുഖാരി വിദ്യാർത്ഥികളുമായി സംവദിക്കും. NM സ്വാദിഖ് സഖാഫി ജീവിതവിശുദ്ധി അവതരിപ്പിക്കും. ദേവർശോല അബ്ദുസലാം മുസ്ലിയാരുടെ ആത്മീയോപദേശത്തിനു ശേഷം നടക്കുന്ന പ്രവാചക പ്രകീർത്തന ആലാപനത്തോടെ 2ാം ദിനത്തിൽ പരിപാടികൾ അവസാനിക്കും. ഞായറാഴ്ച കാലത്ത് K അബ്ദുൽ കലാം, M അബ്ദുൽ മജീദ് വിദ്യാർത്ഥിത്വത്തിന്റെ വിവിധ തലങ്ങളെ വിഷയമാക്കി ക്ലാസ് എടുക്കും. KC അമീർ ഹസൻ നിങ്ങളെ കണ്ടെത്തുക എന്ന വിഷയം അവതരിപ്പിക്കും. സയ്യിദ് VP തങ്ങൾ ആട്ടീരി ദാരിമിയുടെ ആത്മീയ പ്രഭാഷണത്തോടെ 7ാമത് പ്രൊഫ് സമ്മിറ്റിന് സമാപനം കുറിക്കും. പണ്ഡിതർക്ക് ഒരു സാന്ത്വനം എന്ന വാട്സപ്പ് കൂട്ടായ്മ ദുബൈ അബുഹൈൽ മെട്രോ സ്റ്റേഷന് സമീപമുള്ള യാസ്മിൻ ബിൽഡിംഗിൽ പ്രവർത്തക സംഗമം സംഘടിപ്പിക്കുന്നു. നാളെ വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സംഗമം സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുശാവറ അംഗം KP മുഹമ്മദ് മുസ്ലിയർ കൊമ്പം ഉദ്ഘാടനം ചെയ്യും. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം അമീർ PA നാസറുദ്ദീൻ അൻവരി വടുതല, ഹസ്ബുള്ള തങ്ങൾ ബാഫക്കി കൊല്ലം, ജാബിർ ജൌഹരി, മുഹമ്മദ് റംലി മഞ്ഞപ്പാറ തുടങ്ങിയവർ സംബന്ധിക്കും. പണ്ഡിതർക്ക് ഒരു സാന്ത്വനം എന്ന വാട്സപ്പ് കൂട്ടായ്മ വഴി 7 ലക്ഷത്തോളം രൂപ ഇതിനകം വിതരണം നടത്തിയിട്ടുണ്ട്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രവാചകൻ നിന്ന നടത്തിയ മാതൃഭൂമിക്കെതിരെ മുസ്ലിം ലോകത്തിന്റെ ശക്തമായ പ്രതിഷേധം. നിരവധി മഹല്ലുകളിൽ മാതൃഭൂമി ബഹിഷ്കരിച്ചു. SSF സംസ്ഥാന പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം പ്രൊഫ് സമ്മിറ്റിന് നാളെ തൃശൂരിൽ തുടക്കമാകും. ജയിലിൽ പോകേണ്ടി വന്നാലും പിഴ അടക്കില്ലെന്ന് ശ്രീ രവിശങ്കർ. തിരുവമ്പാടി സീറ്റ് ഇത്തവണ കോൺഗ്രസിന് വിട്ടുകൊടുക്കാമെന്ന മുസ്ലിം ലീഗിന്റെ ഉറപ്പിന് തെളിവ്, രേഖ പുറത്തായി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദനും പിണറായിയും മത്സരിക്കണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ. ഇന്ത്യയുടെ 6ാമത്തെ ഗതിനിർണയ ഉപഗ്രഹമായ IRNSS-1F വിക്ഷേപിച്ചു.
ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.